വളരെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ വീട്ടിൽ സമൂസ ഷീറ്റ് ഉണ്ടാക്കാമെന്നും ആ സമൂസ ഷീറ്റ് ഉപയോഗിച്ചിട്ടുള്ള സമൂസ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണിന്ന്. ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ആക്കിയതിന് ശേഷം ഇതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് ഓരോ ഉരുളകളാക്കി എടുക്കാം. ഈ ഒരു അളവിൽ 7 ഉരുളകളാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഓരോ ഉരുളകളൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ഒരു പത്തിരി പലകയിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് പരത്തിയെടുക്കണം. ഏകദേശം ഒരു പൂരിയുടെ വലുപ്പത്തിൽ എല്ലാതും ഒന്ന് പരത്തിയെടുക്കാം. അപ്പം ഞാനിത് ഈ ഒരു വലുപ്പത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി എല്ലാതും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ആ 7 ഉരുളകളും നമ്മളിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് എണ്ണ പുരട്ടി കൊടുക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം പുരട്ടി കൊടുക്കാനായിട്ട്. എണ്ണ പുരട്ടിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് വേറെ ഒന്നും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും അതുപോലെ തന്നെ എണ്ണ പുരട്ടിയതിന് ശേഷം മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ 4 ലെയറായിട്ട് ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. അടുത്തതിൽ 3 എണ്ണമാണ് വെച്ചിട്ടുള്ളത്. നാല് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിത് പരത്തിയെടുത്തിട്ടുള്ളത്. ഇത് ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല, മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതൊരു 10 സെക്കൻഡ് ഇട്ടതിന് ശേഷം ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ചപ്പാത്തി വേവിക്കുന്നത് പോലെ വേവിക്കേണ്ട ആവശ്യമില്ല. ഇത് 2 3 പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പം ഇത് ഷേപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ടൊന്ന് മുറിച്ച് കൊടുക്കാം. ഞാനിതിൻ്റെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സെൻറ്ററിൽ കട്ട് ചെയ്യാതെ സ്പ്രിംഗ് റോൾ ഷീറ്റായിട്ടും ഉപയോഗിക്കാത്. ഇത് ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കിതൊന്ന് അടർത്തിയെടുക്കാം. അപ്പോൾ സ്പീഡിലൊന്നും അടർത്തിയെടുക്കണ്ട, സാവധാനം എടുത്താൽ മതി, അതല്ലെങ്കിൽ കീറിപ്പോവും. ഇനി നമുക്കിത് സാധാ സമൂസ ഷീറ്റ് മടക്കിയെടുക്കുന്ന പോലെ മടക്കിയെടുക്കാം. റാപ്പറിൽ പൊതിഞ്ഞങ്ങാണ്ടോ സിബ്ലോ കവറിലൊക്കെ ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കാവുന്നതാണ്. ഇനി നമുക്ക് സമൂസയ്ക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു സോസ് പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ഏകദേശം ഇപ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ബീഫ് മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിയില കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഈ മസാലയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സമൂസ ഒട്ടിക്കാനുള്ള പശ റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് 1 ടീസ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2-3 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സമൂസ ഷീറ്റ് എടുത്ത് അത് കോണായിട്ടൊന്ന് മടക്കിയതിന് ശേഷം നമ്മുടെ മസാല അതിലേക്ക് നിറച്ച് കൊടുക്കാം. ഈ ബാക്കി ഭാഗത്ത് നമുക്ക് മൈദ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. എവിടെയും ഒരു ഗ്യാപ്പില്ലാത്ത രീതിയിൽ നേരെ തന്നെ ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ എണ്ണ അകത്തേക്ക് കയറും. അപ്പം എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ചട്ടിയിൽ എണ്ണ വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഒരുപാട് നേരം എണ്ണയിൽ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് തിരിച്ച് മറിച്ചിട്ടൊന്ന് വേവിച്ചതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വളരെ സിമ്പിളായിട്ട് സമൂസ ഷീറ്റും സമൂസയും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പുറത്തുനിന്ന് സമൂസ ഷീറ്റ് വാങ്ങി ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.